ശ്രീഗുരുഭ്യോ നമഃ. ഈ ഏപ്രിൽ 29 കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം, അതിൻ്റെ അനുബന്ധിച്ച് ഏപ്രിൽ 30, മെയ് 1 ഈ ദിവസങ്ങളിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു ദേവിയുടെ ആരാധന, ചണ്ഡികാഹോമം നടത്താനായി സങ്കല്പിച്ചിട്ടുണ്ട്. ചണ്ഡികാഹോമം എന്ന് പറഞ്ഞ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ദേവിയുടെ ആരാധനയാണ്. ചണ്ഡികാ ദുർഗാന പറഞ്ഞു കഴിഞ്ഞാൽ ത്രിശക്തി സ്വരൂപിണിയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഈ 3 രൂപങ്ങളിലുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള ദേവിയുടെ സ്വരൂപമാണ് ചണ്ഡികാ ദുർഗാന പറയുന്നത്. കലവു ദുർഗാ വിനായകവും എന്ന ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിലെ ദുർഗയോ ഗണപതിയും ശീഘ്ര ഫലദാത്ര ദേവതകളാണ്. അതുപോലെ കൂവപ്പടി ക്ഷേത്രത്തിലെ മഹാഗണപതിയുടെ പ്രധാന സാന്നിധ്യമാണ്. ഗണപതിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നതാണ്. അതുപോലെ അതേ സമയത്തിലെ ശാസ്ത്രത്തിൽ പറഞ്ഞ പോലെ ദുർഗയുടെ ആരാധന, വിശിഷ്ടമായിട്ടുള്ള ആരാധന ചണ്ഡികാഹോമം അത് സങ്കല്പിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഈ ചണ്ഡികാഹോമത്തിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ബാക്കിയുള്ള ഏത് ആരാധന ആയാലും ഞങ്ങൾക്ക് ഒരു വിധമായിട്ടുള്ള ഫലം മാത്രം ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, മഹാകാളിയുടെ ആരാധന ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശത്രു നിവാരണേ, ദുഷ്ട അരിഷ്ട നിവാരണേ, പിന്നെ ഞങ്ങൾക്ക് ഒരു വിധമാണ് രക്ഷണേ, പ്രൊട്ടക്ഷൻ, അതാണ് അതിൻ്റെ ഫലം. മഹാലക്ഷ്മിയുടെ ആരാധന മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഐശ്വര്യ സമൃദ്ധിയാണ്. അതുപോലെ മഹാസരസ്വതിയുടെ ആരാധന ചെയ്ത വിദ്യാഭിവൃദ്ധി, അറിവ്, ജ്ഞാനം ഇതെല്ലാം കിട്ടുന്നതാണ്. അതുപോലെ ചണ്ഡികാ ദുർഗാ പരമേശ്വരി ആരാധന ചെയ്ത ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്നതാണ്. അതിൽ 3 ശക്തി ഉള്ളത് കൊണ്ട് ശത്രു നിവാരണേ, ദുഷ്ടാരിഷ്ട ദോഷ നിവാരണയും, അതുപോലെ പ്രൊട്ടക്ഷന്, സകല ഈശ്വര്യ സിദ്ധി, വിദ്യാപ്രാപ്തി, അറിവ് അഭിവൃദ്ധി, ഇങ്ങനെയുള്ള എല്ലാവിധമായിട്ടുള്ള വിശേഷ ഫലം കൊടുക്കുന്ന ഒരു ആരാധനയാണ് ചണ്ഡികാഹോമം എന്ന് പറയുന്നത്. ഈ ചണ്ഡികാഹോമത്തിലെ ദേവി മഹാത്മ്യത്തിലെ വരുന്ന 13 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങൾ ദുർഗാ സപ്തശതി പറയുന്നുണ്ട്. അത് ഈ 700 ശ്ലോകങ്ങൾ കൊണ്ട് ഹോമം ചെയ്യുന്നതാണ് ചണ്ഡികാഹോമം എന്ന് പറയുന്നത്. ഈ കലിയുഗത്തിലെ വിശിഷ്ടമായിട്ടുള്ള ദേവതാരാധനത്തിൽ ഒന്നായിട്ടുള്ളതാണ് ഈ ചണ്ഡികാഹോമം എന്ന് പറയുന്നത്. ഈ വിശിഷ്ടമായിട്ടുള്ള ഈ ദേവിയുടെ ആരാധന എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് അവരുടെ യഥാശക്തി വഴിപാടുകൾ ചെയ്തു ആ ദേവിയുടെ കൃപാകടാക്ഷത്തിന് പാത്രരാകാൻ വേണ്ടി ഞങ്ങൾ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ.